Hi all, welcome back. നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് 2 യൂണിറ്റിലായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ, തെർമൽ സ്ട്രെസ്സസ്, ഇതൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എനർജിയെ കുറിച്ചാണ്. നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ +2 വർക്ക് പവർ എനർജി എന്ന് പറഞ്ഞ പോർഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്ട്രെയിൻ പഠിച്ചു അല്ലേ. സ്ട്രെയിൻ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന സ്റ്റോർ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, അതിന് സ്ട്രെയിൻ എനർജി എന്ന് പറയും. സോ നമ്മുടെ തേർഡ് യൂണിറ്റ് ഓഫ് സെക്കൻഡ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് സ്ട്രെയിൻ എനർജി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ട്രെയിൻ എനർജി, സ്ട്രെയിൻ എനർജിന്റെ എക്സ്പ്രഷൻ എന്താണ്, പല ലോഡിങ് കണ്ടീഷനിൽ. സോ ഒരു ബോഡീന്റെ മുകളിൽ പല രീതിയിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ട്രെസ്സസ് എന്തൊക്കെയാണ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് us start with what is strain energy. സ്ട്രെയിൻ എനർജിന്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂഷ്വലി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ബോ ആൻഡ് ആരോ ആണ്. നിങ്ങൾക്കറിയാം, വില്ല്. ഓക്കെ, നമ്മളൊരു വില്ല് കയ്യിലെടുത്ത് അമ്പ് അതിനെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്യും അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അമ്പ് ചെയ്യാൻ നേരത്ത് ചെയ്യാറ്. സോ ബിഫോർ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് കാണാം, ആഫ്റ്റർ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ വില്ല് വളയാനുള്ള കാരണം എന്നാണ് നമ്മൾ ഫിസിക്സ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. നമ്മുടെ ബോ ആൻഡ് ആരോയിൽ ബോ സ്ട്രെച്ച് ചെയ്യുന്നതിന് മുൻപ്, ആ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നമുക്കറിയാം ഏതൊരു മെറ്റീരിയൽ ആയാലും അതിൽ ഓരോ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ. സോ ഞാൻ ഈ ബോ എടുത്തു, നമ്മുടെ വില്ലെടുത്തു, വില്ലിൽ ഓരോ മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് ഒക്കെ ഇലക്ട്രോ കെമിക്കൽ ഫോഴ്സസ് വരെ അട്രാക്റ്റഡ് ആയിരിക്കും. Each and everything in this universe is made up of molecules and they will be held together with electrochemical forces. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓരോ മോളിക്യൂളും അതിന്റെ ഒരു സ്റ്റേബിൾ പൊസിഷനിൽ ഇലക്ട്രോകെമിക്കൽ ഫോഴ്സസ് വഴി അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. സോ അതിൽ നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ ഡിഫോം ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ സ്റ്റേബിൾ പൊസിഷനിൽ ഇരിക്കുന്ന മോളിക്യൂൾസിന്റെ ഓറിയന്റേഷൻ നമ്മൾ മാറ്റി അതിനെ കുറച്ചുകൂടെ ക്ലോസ് ആക്കി മാറ്റുന്നു. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾസ് മൂവ് ചെയ്ത് വേറൊരു പൊസിഷനിൽ എത്തുന്നു അല്ലെ. അങ്ങനെ വേറൊരു പൊസിഷനിൽ എത്തുമ്പോൾ സംഭവിക്കും, മോളിക്യൂളിന്റെ മൂവ്മെന്റ് സംഭവിച്ചു, ഡിഫോർമേഷൻ സംഭവിച്ചു, ദെൻ ദ ബോ ബെൻസ് അല്ലെ. ബോ നിങ്ങൾക്ക് ഇങ്ങനെ വളയുന്നത് പോലെ കാണാം. സോ സം വർക്ക് ഈസ് ഡൺ ഹിയർ അല്ലെ. ഫോഴ്സ്, വെൻ യു ആർ ഡൂയിങ് എ ഫോഴ്സ് ആൻഡ് ഡിഫോർമേഷൻ ഈസ് ഹാപ്പനിങ്, then what we say, work is done. Work is nothing but force into displacement. നമ്മൾ ഫിസിക്സിൽ പഠിച്ച കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് എനർജി എന്ന് പറയുന്നത്. സോ whenever you are doing some work, some energy is stored in the body. ഇതും ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ നമ്മൾ എനർജി എന്ന് പറയും. ഇവിടെ നമ്മൾ പറഞ്ഞു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, മെറ്റീരിയലിന് ഡീഫോർമേഷൻ സംഭവിച്ചു. ഡീഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, വർക്ക് ഈസ് ഡൺ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്ക്. സോ വർക്ക് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി സം എനർജി സ്റ്റോർ. സോ ദാറ്റ് ഈസ് എനർജി സ്റ്റോർ. സോ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, യു ആർ അപ്ലൈയിങ് ഫോഴ്സ്, വെൻ യു ആർ ഡൂയിങ് ദ ഫോഴ്സ് ഡിഫോർമേഷൻ ടേക്സ് പ്ലേസ്. ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ്, അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് അല്ലേ. ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന മോളിക്യൂൾസിന് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ റീഅറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. സോ ഈ വർക്ക് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം, എനർജി സ്റ്റോറേജ് ഉണ്ടാവണം. സോ whenever you are applying a force, some energy is stored in the material if it's undergoing deformation. ആ ബോഡിക്ക് ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സ്റ്റോറിങ് സം എനർജി. ഇങ്ങനെ ഡിഫോർമേഷൻ കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെയിൻ കൊണ്ട് ഫോം ചെയ്യുന്ന എനർജി, the energy that is stored due to straining or deformation, energy that is stored due to straining or deformation is known as strain energy. ഏതൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ അമ്പിന്റെ വില്ലിന്റെ എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. ഏതൊരു ബോഡിയിലും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ടല്ലേ. സോ ഡിഫോർമേഷൻ സംഭവിക്കാൻ മീൻസ് ദർ ഇസ് വർക്ക് ഡൺ. ആ വർക്ക് ഡൺ, whenever there is a work done, there should be some capacity to do work. That capacity is known as energy. So deformation വഴി സംഭവിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെയിനിങ് കൊണ്ട് സംഭവിക്കുന്ന സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിക്ക് വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ എനർജി. നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിൻ എനർജിയെ കുറിച്ചാണ്. പിന്നെ നമ്മൾ ബിഫോർ സ്ട്രെച്ചിങ് ആഫ്റ്റർ സ്ട്രെച്ചിങ് പറഞ്ഞു. ഇനി അമ്പ് ചെയ്യണം അല്ലേ. അമ്പ് ചെയ്യാൻ എന്താ ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിലീസ് ചെയ്യും അല്ലെ. എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് ഡൺ ആണ്, നമ്മൾ അപ്ലൈ ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരുന്നത് റിലീസ് ചെയ്യും. അപ്പോഴെന്താ സംഭവിക്കുക,
ഈ സ്റ്റോർ ചെയ്യപ്പെട്ട സ്ട്രെയിൻ എനർജി വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി ആൻഡ് ദ ആരോ മൂവ്സ് ഫോർവേഡ്. അതാണ് ആക്ച്വലി ഒരു അമ്പ് എയ്യുമ്പോൾ സംഭവിക്കുന്നത്. സോ സ്ട്രെയിൻ എനർജി is stored by stretching. When we are releasing that stretching force, the strain energy get converted to kinetic energy and the arrow moves forward. ഇതാണ് സ്ട്രെയിൻ എനർജിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് ഈസ് സ്റ്റോർഡ് ഡ്യൂ ടു സ്ട്രെയിനിങ് ഓർ ഡിഫോർമേഷൻ. സോ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയുള്ള ഒരു ഡെഫിനിഷൻ വേണം സ്ട്രെയിൻ എനർജിക്ക്. ആ ഡെഫിനിഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഇമേജ് കാണാം. നമ്മളിപ്പം ബോ ആൻഡ് ആരോനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ. സ്ട്രക്ചറിൽ എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ സീ ടു സോളിഡ്സ്. നമുക്ക് പറയാം ഒരു ബീം ആണെന്ന് പറയാം അല്ലെ, രണ്ട് ബീം ഉണ്ടെന്ന് വിചാരിക്കും. ഇതുപോലെ ബീമിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആരോ പിടിച്ചു വലിച്ചതുപോലെ, അതിന്റെ സ്ട്രിങ് പിടിച്ചു വലിച്ചതുപോലെ ബീമിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബീമിലുണ്ടായിരുന്ന മോളിക്യൂൾസ് തമ്മിൽ റീഅറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. ദർ ഈസ് എ ഡിഫോർമേഷൻ ഇൻ മോളിക്യൂൾസ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. ആ ഡിഫോർമേഷൻ കൊണ്ട് എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി വെൻ വി ആർ കമ്മിങ് ടു അവർ സബ്ജക്ട്. ഓക്കെ, സോ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ വാട്ട് എവർ സ്ട്രക്ചർ വി ആർ കൺസിഡറിങ്, ബീം ആയിക്കോട്ടെ, കോളം ആയിക്കോട്ടെ, ഒരു വാട്ടർ ടാങ്ക് ആയിക്കോട്ടെ, ഒരു സ്ലാബ് ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദ സ്ട്രക്ചറൽ എലമെന്റ് വി ആർ ഡീലിംഗ് വിത്ത്, നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോളിക്യൂൾസ് തമ്മിൽ റീഅറേഞ്ച്മെന്റ് നടക്കും. സോ ദർ ഈസ് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എവറി മെറ്റീരിയൽ ദാറ്റ് ഈസ് അണ്ടർഗോയിങ് ഡിഫോർമേഷൻ. സോ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിൻ എനർജിയെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമുക്ക് ഡെഫിനേഷനിലോട്ട് വരാം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സ്ട്രെയിൻ എനർജി ഈസ് ദ എനർജി സ്റ്റോർഡ് ഓൺ ദ ബോഡി due to straining of the body in response to an applied external force. It is the energy stored in the body due to the straining. ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഡിഫോർമേഷനോ സ്ട്രെയിനിങ്ങോ സംഭവിക്കുമ്പോൾ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ഇൻ റെസ്പോൺസ് ടു an applied external force is known as strain energy. So that is strain energy definition. അടുത്തത് ഇതിനൊരു എക്സ്പ്രഷൻ വേണം, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വേണം. ജനറലി ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഡെറിവേഷൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ ഡെറിവേഷൻ, ഹൗ യു ആർ ഒബ്റ്റൈനിങ് ദ ഇക്വേഷൻ ഫോർ സ്ട്രെയിൻ എനർജി. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ട് ഈ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച ഒരു ഇമേജ് ആണ് അല്ലെ. നമ്മൾ ലീനിയർ സ്ട്രെസ് പഠിച്ചപ്പോൾ പഠിച്ച ഇമേജ് ആണ്. നമ്മളൊരു ബോഡി, ഒരു ബാറാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു റെക്ടാങ്കുലർ ബാർ കാണാം. ആ ബാറിൽ ഞാൻ ഫോഴ്സ് പി, ടെൻസൈൽ ഫോഴ്സ് പി അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അന്ന് പഠിച്ചിരുന്നു, whenever we are trying or we are applying a force to the body, ബോഡിന്റെ റെസ്പോൺസ് എന്താ? ബോഡി വിൽ അണ്ടർഗോ ഡിഫോർമേഷൻ. പക്ഷെ ബോഡിക്ക് ഡിഫോർമേഷൻ സംഭവിക്കുന്നത് ഇഷ്ടമല്ല. സോ ഇറ്റ് വിൽ ഓഫർ സം റെസിസ്റ്റൻസ് അല്ലേ. സോ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ചപ്പോൾ പറഞ്ഞു, സ്ട്രെയിൻ ഈസ് ദ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി, സ്ട്രെസ് ഈസ് ദ ഡിപെൻഡന്റ് ക്വാണ്ടിറ്റി. സോ ആദ്യം സംഭവിക്കുന്ന എന്താണ്? സ്ട്രെയിൻ ആണ്, അതായത് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. സോ ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ബോഡിയിൽ എന്തുണ്ടാവുന്നു? റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. ഇതാണ് കോമൺ ഫിനോമിനൻ. ഏതൊരു ബോഡി എടുത്താലും when you are pulling it up, when you are pushing it up, whatever we do, there is a deformation happening. ഡിഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാൻ എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് പെർ ഏരിയയിലാണ് നമ്മൾ സ്ട്രെസ് വിളിച്ചത്. സോ സ്ട്രെസ് നമുക്ക് ഇവിടെ ആവശ്യമുള്ള വി ആർ ഡീലിംഗ് വിത്ത് സ്ട്രെയിൻ എനർജി. സോ ഈ ഒരു കണ്ടീഷൻ വെച്ച് ഒരു മെറ്റീരിയൽ ഓഫ് ലെങ്ത് എൽ ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എ വിച്ച് ഈസ് പുൾഡ് ബൈ ഫോഴ്സ് പി, ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയലിന്റെ സ്ട്രെയിൻ എനർജിയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സപ്പോസ് ഡിഫോർമേഷൻ 0, ലോഡ് അപ്ലൈ ചെയ്ത് ഡിഫോർമേഷൻ 0 ആവുന്നു. അതിന്റെ അർത്ഥം എന്താ? ദർ ഇസ് നോ റെസിസ്റ്റൻസ്. ഡിഫോർമേഷൻ ഉണ്ടായാലേ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സോ വെൻ ഡിഫോർമേഷൻ ഈസ് 0, റെസിസ്റ്റൻസ് ഈസ് 0. നൗ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എന്നതാണ് ഡിഫോർമേഷൻ. സോ വെൻ ദ ഡിഫോർമേഷൻ ഈസ് ഡെൽറ്റ, റെസിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് R, which is equal to P for equilibrium. Okay, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഡിഫോർമേഷൻ, ലോഡ് പിന്റെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ PL/E എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെയിൻ. സോ വാട്ട് ഇസ് ചേഞ്ച് ഇൻ ലെങ്ത്? സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എപ്സിലോൺ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ. സോ ഡിഫോർമേഷൻ ഡെൽറ്റ ആവുന്നു. ഫ്രം എൽ ദ മെറ്റീരിയൽ ചേഞ്ചസ് ടു എൽ പ്ലസ് ഡെൽറ്റ അല്ലേ. അങ്ങനെ ആവുമ്പോൾ അതിനുണ്ടാവുന്ന റെസിസ്റ്റൻസ് R ആണ്. സോ ഒരു ഡിഫോർമേഷൻ ഇല്ലാത്തപ്പോൾ റെസിസ്റ്റൻസ് ഇല്ല. വെൻ ദ ഡിഫോർമേഷൻ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് ആൻഡ് ഇറ്റ് വിൽ റീച്ച് ടു ഇറ്റ്സ് അപ്ലൈഡ് ലോഡ്. ഓക്കെ, നൗ ഈ ഒരു കണ്ടീഷൻ വെച്ച് ഞാനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. റെസിസ്റ്റീവ് ഫോഴ്സ് വേഴ്സസ് ഡിഫോർമേഷൻ. ഡിഫോർമേഷൻ
in the x-axis, resistive force in the y-axis. So നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താ, ഡിഫോർമേഷൻ 0 ആണ്, അപ്പോൾ റെസിസ്റ്റൻസ് 0 ആണ്. ഓക്കെ, 0 0 ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ എൽ ആണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പി ആണ് അല്ലെ. സോ ഡിഫോർമേഷൻ ഈസ് എപ്സിലോൺ എൽ, റെസിസ്റ്റൻസ് ഈസ് പി. സോ ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടി. ഇഫ് ഐ ജോയിൻ ദോസ് ടു ലൈൻസ്, those 2 points, I will get a line like this. So ഈ ഒരു ഗ്രാഫ് വെച്ചാണ് നമ്മൾ ഇനി കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഡിഫോർമേഷൻ സംഭവിച്ചു, then there should be definitely a work done. വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇവിടെ നോക്കുക, ഇതൊരു ലീനിയർ ഗ്രാഫ് ആണ്. ലീനിയർ ഗ്രാഫിന്റെ ഏരിയ, ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ആണ് ഇതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. റെസിസ്റ്റീവ് ഫോഴ്സ് വേഴ്സസ് ഡിഫോർമേഷൻ കർവിന് അല്ലെങ്കിൽ ലോഡ് ഡിഫോർമേഷൻ കർവിന്റെ ഏരിയ ഈസ് നത്തിങ് ബട്ട് ദ വർക്ക് ഡൺ. സോ ഇവിടെ 0 നിന്ന് പി വരെ റെസിസ്റ്റൻസ് കൂടുന്നു അല്ലെ, 0 to p വരെ റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പൊ നമ്മൾ ആവറേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, 0 + p/2. 0 നിന്ന് p വരെയാണ് റെസിസ്റ്റൻസിന്റെ ചേഞ്ച് വരുന്നത്. സോ ആവറേജ് റെസിസ്റ്റൻസ് ഈസ് 0 + p/2 when deformation changes from 0 to delta. So work done is nothing but average resistance into delta, അല്ലെങ്കിൽ നമുക്ക് പറയാം the area under the resistive force deformation curve എന്ന് പറയാം. ഇതിന്റെ ഏരിയ എന്താ, അല്ലെങ്കിൽ ആവറേജ് ഫോഴ്സ് എന്താ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0 + p/2. അതാണ് ആവറേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 0 നിന്ന് പിയിലോട്ട് കൂടുന്നു. സോ 0 + p/2 ഇൻറ്റു ആ ഡിഫോർമേഷൻ എന്താ, എപ്സിലോൺ എൽ, അതായത് സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത്, ഒറിജിനൽ ലെങ്ത്. അതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇതിനെ എഴുതി കഴിഞ്ഞാൽ p/2 ഇൻറ്റു എപ്സിലോൺ എൽ എന്ന് കിട്ടി, ഹാഫ് p ഇൻറ്റു എപ്സിലോൺ എൽ എന്ന് കിട്ടി. നമ്മളിതൊരു റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ. നമ്മൾ സ്ട്രെസ്സിന്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എഴുതി, വർക്ക് ഡൺ ഈസ് ആവറേജ് റെസിസ്റ്റൻസ് ഇൻറ്റു ഡിഫോർമേഷൻ. ആ ഇക്വേഷനിൽ നമ്മൾ ലോഡിനെ എന്തായിട്ട് മാറ്റി, സിഗ്മ ഇൻറ്റു എ, സ്ട്രെസ്സിന്റെ ടേംസിലോട്ട് മാറ്റി. ഇനി നമ്മൾ കുറച്ചുകൂടി കൺവേർഷൻ ഇതിനകത്ത് ചെയ്യാൻ പോവാം. വാട്ട് ഈസ് ഏരിയ ഇൻറ്റു ലെങ്ത്? സിഗ്മ എ ഇൻറ്റു ലെങ്ത് ഇൻറ്റു എപ്സിലോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് ഏരിയ ഇൻറ്റു ലെങ്ത്? ഒരു മെറ്റീരിയലിന്റെ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ വോളിയം ആണ് അല്ലേ. സോ ഹാഫ് ഇൻറ്റു സിഗ്മ എപ്സിലോൺ ഇൻറ്റു വി. വി ഇസ് ദ വോളിയം ഓഫ് ദ ബാർ വി ആർ കൺസിഡറിങ്. ഏരിയ ഇൻറ്റു ലെങ്ത് ഈസ് വോളിയം. ഇനി ഈ സ്ട്രെയിനെ ഞാൻ വീണ്ടും സ്ട്രെസ്സിന്റെ ടേംസിലോട്ട് മാറ്റാൻ പോവാം. സ്ട്രെയിനെ എങ്ങനെ സ്ട്രെസ്സിന്റെ ടേംസിലോട്ട് മാറ്റാം? വാട്ട് ഈസ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. സോ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ദെൻ വാട്ട് വിൽ ബി സ്ട്രെയിൻ? സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. സോ യു ഗെറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ. ഞാൻ എപ്സിലോണിന് പകരം സിഗ്മ ബൈ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വാട്ട് ഐ ഗെറ്റ് ഈസ് സിഗ്മ സ്ക്വയർ വി ബൈ 2e. സിഗ്മ സ്ക്വയർ ബൈ വി ബൈ 2e ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. സ്ട്രെയിൻ എനർജി പ്രിൻസിപ്പിൾ പ്രകാരം whatever is the work done is the strain energy of the system അല്ലെ. എനർജി എന്ന് പറഞ്ഞാൽ എന്താ, കപ്പാസിറ്റി ടു ഡു വർക്ക്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ 2e ബൈ വി ആണ്. അതാണ് ഈ ബോഡിയുടെ സ്ട്രെയിൻ എനർജി. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു strain energy, and that strain energy you are getting as sigma square 2e by v. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. What is strain energy? It is sigma square 2e by v. What is sigma? It is a stress in the body. What is E? It is a modulus of elasticity. What is V? It is a volume of bar. So sigma square 2e by v എന്ന് പറയുന്നതാണ് സ്ട്രെയിൻ എനർജി. സോ നിങ്ങൾക്ക് ഡെറിവേഷൻ ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് നമ്മൾ പഠിച്ച സ്ട്രെസ്സിന്റെ സ്ട്രെയിനിന്റെ ഇക്വേഷൻ ഒക്കെ ഒന്ന് മാറ്റി റീഅറേഞ്ച് ചെയ്ത് സ്ട്രെസ്സിന്റെ ടേംസിലോട്ട് ഫൈനലി ആൻസർ വരുത്തുന്നതേ ഉള്ളൂ. യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് ഫോളോ ഇറ്റ്. ഫോർ ടൈം യു ജസ്റ്റ് റിമെമ്പർ ദിസ് ഇക്വേഷൻ. സ്ട്രെയിൻ എനർജി യു ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ 2e by v. ഇനി ഇതൊരു ഇക്വേഷൻ ആണ്. ഇതല്ലാതെ വേറൊരു ഇക്വേഷൻ എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞിരുന്നു, ഒരു കർവ് വരച്ചാൽ അതിന്റെ താഴെയുള്ള ഏരിയ, ഈ കർവ് കവർ ചെയ്യുന്ന ഏരിയ ആണ് ഇതിന്റെ വർക്ക് ഡൺ. വർക്ക് ഡൺ ഈസ് നത്തിങ് ബട്ട് സ്ട്രെയിൻ എനർജി. സോ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ, ഏരിയ അണ്ടർ ദ പോൾ വിച്ച് ഈസ് ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ. സോ നിങ്ങൾക്ക് ഫോഴ്സും ഡിഫോർമേഷനുമാണ് തന്നിരിക്കുന്നതെങ്കിൽ then strain energy is nothing but half p delta. So you can find strain energy either by sigma square 2e by v, half
പി ഡെൽറ്റ രണ്ട് ഇക്വേഷനിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. രണ്ടും ജസ്റ്റ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ ഇക്വേഷൻ. ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ യു ക്യാൻ യൂസ് എനി ഇക്വേഷൻ. സോ നമ്മൾ എക്സ്പ്രഷൻ കണ്ടു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ടേം പഠിക്കാൻ പോവാം. അതിലൊന്നാമത്തത് ഈസ് റെസിലിയൻസ്. സോ റെസിലിയൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 3 മോഡുലസിനെ 3 ടേംസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഒന്ന് റെസിലിയൻസ്, രണ്ടാമത്തത് പ്രൂഫ് റെസിലിയൻസ്, മൂന്നാമത്തത് മോഡുലസ് ഓഫ് റെസിലിയൻസ്. ഈ 3 കാര്യങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ആർ ദോസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രെയിൻ എനർജി തന്നെയാണ്. ബട്ട് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ഈസ് നോൺ ആസ് റെസിലിയൻസ്. ഒരു ബോഡി നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഫോഴ്സ് റിമൂവ് ചെയ്തിട്ട് ആ ബോഡി തിരിച്ച് അതേ പൊസിഷനിൽ എത്തുവാണെങ്കിലാണ് എലാസ്റ്റിക് ലിമിറ്റിലാണെന്ന് പറയാം, അല്ലെ? നമ്മൾ ഈ മൊഡ്യൂളിന്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട് വാട്ട് ഈസ് എലാസ്റ്റിസിറ്റി എന്നൊക്കെ. സോ അങ്ങനെ തിരിച്ച് എത്തുന്ന അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ട്രെയിൻ എനർജിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിലിയൻസ്. ഇറ്റ് ഈസ് എ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ്. സോ നമുക്ക് പഴയ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒന്ന് നോക്കാം. ഇത് നമ്മൾ പഠിച്ച മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. സോ ഇതിന്റെ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരും, അല്ലെ? എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് അപ് ടു വിച്ച് ദ മെറ്റീരിയൽ ഈസ് എലാസ്റ്റിക്. എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏത് ഫോഴ്സ് വെച്ച് അപ്ലൈ ചെയ്താണോ അതിനെ ഡിഫോം ചെയ്യാൻ ശ്രമിച്ചിരുന്നത്, ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ വരും. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത്, സോ സ്ട്രെസ് സ്ട്രെയിൻ എടുത്ത് ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ സോണിനെ എലാസ്റ്റിക് സോൺ എന്ന് വിളിക്കും, ഈ എലാസ്റ്റിക് സോണിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത്, ദാറ്റ് ഈസ് ദ സ്ട്രെസ്, അല്ലെ? ദാറ്റ് സ്ട്രെസ് ബൈ 2E into V ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സ്ട്രെയിൻ എനർജി, ഈ എലാസ്റ്റിക് സോൺ റീജിയനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ഈസ് ദ റെസിലിയൻസ്. So the strain energy stored within elastic limit is resilience. It is also referred as strain energy generally. So usually നമ്മൾ strain energy deal ചെയ്യുന്ന elastic ലിമിറ്റിന്റെ ഉള്ളിൽ വെച്ചാണ്. So we coin strain energy generally to resilience itself. So നമ്മൾ resilience generally പറഞ്ഞാൽ it is the strain energy within elastic limit. അതിന്റെ ഇക്വേഷൻ അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? സിഗ്മ സ്ക്വയർ 2E by V. ഈ സിഗ്മ എന്ന് പറയുന്ന സ്ട്രെസ് ഷുഡ് ബി ബിലോ എലാസ്റ്റിക് ലിമിറ്റ്. കണ്ടോ, ഈ ഒരു ലൈനിൽ നമ്മളിവിടെ ഈ ബ്ലാക്ക് ഡോട്ട് വരെയുള്ള ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്ട്രെസ് എടുത്താൽ ആ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എനർജിയാണ് എന്ത്? റെസിലിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ടേം നോക്കാം, ദാറ്റ് ഈസ് പ്രൂഫ് റെസിലിയൻസ്. നമ്മൾ റെസിലിയൻസ് കണ്ടു, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏത് പോയിന്റിൽ എടുത്താലും അത് റെസിലിയൻസ് ആണ്. ഇങ്ങനെ റെസിലിയൻസ് എടുത്ത് ഈ ഒരു പോയിന്റിൽ എലാസ്റ്റിക് ലിമിറ്റിലുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എലാസ്റ്റിക് ലിമിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ എലാസ്റ്റിക് ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ റെസിലിയൻസ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൂഫ് റെസിലിയൻസ്. സോ എലാസ്റ്റിക് ലിമിറ്റിലുള്ളതാണ് മാക്സിമം സ്ട്രെസ്, അല്ലെ? അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതിന് തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ പെർമനന്റ് ഡിഫോർമേഷൻ സംഭവിക്കാതെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഹിയർ. എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഡിഫോർമേഷൻ ഒന്നും ബാക്കി ഉണ്ടാവില്ല, അത് അതിന്റെ ഒറിജിനൽ ലൊക്കേഷനിലെത്തും. അതിനാണ് നമ്മൾ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പോകുന്ന മാക്സിമം സ്ട്രെസ്സിന്റെ പോയിന്റ് ആണ് എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? സോ അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ഇസ് ദ മാക്സിമം റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ട്രെയിൻ എനർജി വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ആണ്. സോ വാട്ട് ഈസ് ദ മാക്സിമം സ്ട്രെയിൻ എനർജി വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ്? ദാറ്റ് ഈസ് ദ റെസിലിയൻസ് കറസ്പോണ്ടിങ് ടു ദ സ്ട്രെസ് അറ്റ് എലാസ്റ്റിക് ലിമിറ്റ്, അല്ലെ? ഈ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിലിയൻസ് ആണ് മാക്സിമം resilience അല്ലെങ്കിൽ maximum strain energy within the elastic limit so that the material will not undergo permanent deformation. ആ റെസിലിയൻസിനെ വിളിക്കുന്ന പേരാണ് പ്രൂഫ് റെസിലിയൻസ്. So what is proof resilience? Maximum strain energy which can be stored by the body without undergoing permanent deformation. So it is the maximum strain energy which can be stored by the body without undergoing permanent deformation. That is proof resilience. ഇനി പ്രൂഫ് റെസിലിയൻസ് ഇക്വേഷൻ എത്താണെങ്കിൽ we will considering the stress at elastic limit. The stress at elastic limit I represent as sigma y. Sigma y എന്ന് പറഞ്ഞാൽ എലാസ്റ്റിക് ലിമിറ്റിലെ സ്ട്രെസ് ആണ്. സോ അതിന്റെ എലാസ്റ്റിക് ലിമിറ്റിന്റെ മുകളിൽ അതിനെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
it will be undergoing some permanent deformation. Up to elastic limit, it will retain its original position. ആ stress ആണ് sigma y എന്ന് പറയുന്നത്. So you will get the equation of proof resilience as sigma y square 2e into v. Sigma y square 2e into v. That is proof resilience. So resilience കണ്ടു, proof resilience കണ്ടു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് modulus of resilience. Modulus of resilience എന്ന് പറഞ്ഞാൽ this proof resilience per unit volume. Proof resilience per unit volume ആണ് modulus of resilience എന്ന് പറയുന്നത്. It is the resilience of the body, proof resilience of the body per its unit volume. Equation ആയിട്ട് എഴുതിയാൽ what will happen? This volume will get cancelled അല്ലെ. Proof resilience by volume എന്ന് പറഞ്ഞാൽ volume cancel ആക്കി you will get it as sigma y square by 2e. That is modulus of resilience. So നമ്മൾ മൂന്ന് ടേം പഠിച്ചു. Resilience, proof resilience, modulus of resilience. Resilience എന്ന് പറഞ്ഞാൽ it is the strain energy stored within elastic limit അല്ലെ. Proof resilience എന്ന് പറഞ്ഞാൽ maximum strain energy a body can have without undergoing permanent deformation. അതായത് elastic ലിമിറ്റിലെ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിലിയൻസിനാണ് നമ്മൾ എന്ത് പറയാ, അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജിക്കാണ് നമ്മൾ എന്ത് പറയാ, പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയാം. അടുത്ത മോഡുലസ് ഓഫ് റെസിലിയൻസ്. മോഡുലസ് ഓഫ് റെസിലിയൻസ് ഈസ് നത്തിങ് ബട്ട് പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം. മൂന്നിന്റെ ഇക്വേഷനും നമ്മൾ കണ്ടു. സോ നമ്മൾ സ്ട്രെയിൻ എനർജി കണ്ടു. ഇനി നമ്മൾ പല ലോഡിംഗ് കണ്ടീഷനിൽ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, സ്ട്രെസ്സസ് ഡ്യൂ ടു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. ഒരു ബോഡിയിൽ ലോഡ് ഗ്രാജുവൽ ആയിട്ട് അപ്ലൈ ചെയ്താൽ എന്ത് സ്ട്രെസ് ആണ് ഉണ്ടാവുക സ്ട്രെയിൻ എനർജി വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വി ഹാവ് ടു നോ ഇസ് വാട്ട് ഈസ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. അതിന് നമ്മൾ നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കുന്നു. എൻ്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്. സേ ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ ബാർ വിച്ച് ഈസ് പുൾഡ് ബൈ എ ലോഡ് ഫോഴ്സ് പി. ഗ്രാജുവലി അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ അടിക്കല്ല അപ്ലൈ ചെയ്യുന്നു. പി എന്ന് പറയുന്ന ഫോഴ്സ് ഒറ്റ അടിക്കല്ല അപ്ലൈ ചെയ്യുന്നത്. 0 മുതൽ പി വരെ പല സ്റ്റേജസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, പി എന്ന് പറയുന്നത് ഒറ്റ അടിക്ക് അപ്ലൈ ചെയ്യല്ല. ആദ്യം 0, പിന്നെ 1, 2, 3, 4 അങ്ങനെ പല സ്റ്റേജസിലായിട്ട് അവസാനം പി ഫോഴ്സ് എത്തുന്നവരെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനാണ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറയാം. നമുക്കൊന്ന് പിക്ചറിക്കലായിട്ട് നോക്കാം. സോ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 0 to P in stages to reach deformation. Deformation 0 തൊട്ട് ഡെൽറ്റ വരെ ആവുന്നു. The load is also moving from 0 to P. So P എന്നത് ആദ്യം അപ്ലൈ ചെയ്യല്ല, 0 തൊട്ട് P വരെയാണ് പോകുന്നത് till it reaches the deformation that is delta. ഇതിനെയാണ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറയുന്നത്. സോ ഇതിനെ ഞാനൊരു 3 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദിസ് വൺ. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ the load is 0. ലോഡ് 0 ആകുമ്പോൾ എന്താണ്, ഡിഫോർമേഷൻ 0 ആയിരിക്കും അല്ലേ. സോ ഡിഫോർമേഷൻ is 0, ലോഡ് ഈസ് 0. സോ ഞാൻ പതുക്കെ ലോഡ് അപ്ലൈ ചെയ്യുന്നു. അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു സ്റ്റേജ് എടുക്കുന്നു. ദാറ്റ് സ്റ്റേജിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് P/2 ആണെന്ന് വിചാരിക്കാം. ഈ P/2 എന്ന് പറഞ്ഞാൽ തന്നെ സെക്കൻഡ് സ്റ്റേജ് ആവണമെന്നില്ല. എനിക്ക് ഏത് രീതിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഗ്രാജുവൽ ആയിട്ട് പോയിട്ട് അതിന്റെ ഡിഫോർമേഷൻ മെഷർ ചെയ്യാം. ഞാനിപ്പം എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം പറയുന്നു. സെക്കൻഡ് സ്റ്റേജ് ഈസ് P/2. സോ ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് P/2 ആണ്. P/2 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഡിഫോർമേഷൻ ഉണ്ടാവും അല്ലേ. സോ ദാറ്റ് ഈസ് ദ സ്റ്റേജ് 2 ഡിഫോർമേഷൻ. സ്റ്റേജ് 1 ഡിഫോർമേഷൻ ഇല്ല, സ്റ്റേജ് 2 ഡിഫോർമേഷൻ സംഭവിക്കുന്നു. ഇനി ഈ ഡിഫോർമേഷൻ സംഭവിച്ച സാധനത്തിനെ ഞാൻ വീണ്ടും പിടിച്ചു വലിക്കുന്നു. ദാറ്റ് ഈസ് മൈ തേർഡ് സ്റ്റേജ്. അതായത് ഇപ്പൊ ഡിഫോർമേഷൻ നടന്ന സ്റ്റേജ് 2 അവസ്ഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ വീണ്ടും പുള്ള് ചെയ്ത് കഴിയുന്നു. ദാറ്റ് ഫോഴ്സ് ഈസ് P അല്ലെ. ആദ്യം 0 ആയിരുന്നു, പിന്നെ നമ്മൾ P/2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് P. ദ ബോഡി വിൽ എലോങ്ങേറ്റ് ടു ഡെൽറ്റ. ഓക്കെ, ഇതാണ് ഗ്രാജുവലി അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് 0 തൊട്ട് ഡെൽറ്റ വരെ ഡിഫോർമേഷൻ ഉണ്ടാവുന്ന സമയത്ത് ലോഡും അതുപോലെ 0 തൊട്ട് P വരെ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ഒറ്റയടിക്ക് P അപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്. ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് വി ആർ അപ്ലൈയിങ് ദ ലോഡ് ടിൽ ഇറ്റ് റീച്ചസ് P. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനാണ് എന്ത് പറയാ, ഗ്രാജുവലി അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറയാം. ഇതിന്റെ എക്സാമ്പിൾ ഒരു വാട്ടർ ടാങ്ക്. നിങ്ങൾ ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓവർ ഹെഡ് വാട്ടർ ടാങ്കിലൊക്കെ വെള്ളം നിറയുമ്പോൾ, നമ്മൾ മോട്ടർ അടിച്ചിട്ട് വെള്ളം നിറയുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താ സംഭവിക്കുന്നത്, അതിന്റെ താഴെയുള്ള സ്ലാബിൽ കുറച്ചു നേരം കുറച്ച് വെള്ളമായിരിക്കും. വെള്ളം കൂടി 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 അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിലെത്തും അല്ലെ. അതിന്റെ ലോഡ് എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന്റെ വെയിറ്റ് ആണ്. സോ വെള്ളം പല സ്റ്റേജസിലായിട്ടാണ് അതിൻ്റെ അകത്തോട്ട് നിറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ഓൺ ദ സ്ലാബ്. അതാണ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കണം അല്ലെ.
സോ നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് വേഴ്സസ് ഒരു കർവ് വരച്ചിരുന്നു. അതുപോലെ ഇവിടെ ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ കർവ് വരയ്ക്കാൻ പോകും. ഇവിടുത്തെ ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ നിങ്ങൾക്ക് അറിയാം. ലോഡ് 0 ആയിരുന്നപ്പോൾ ഡിഫോർമേഷൻ 0. ലോഡ് ഡെൽറ്റ ആയിരുന്നപ്പോൾ ലോഡ് പി ആണെങ്കിൽ ഡിഫോർമേഷൻ ഈസ് ഡെൽറ്റ. സോ 0 to ഡെൽറ്റ ലീനിയർ വേരിയേഷൻ ആണ് സംഭവിക്കുക. ഓക്കെ, സോ 0 to ഡെൽറ്റ ലീനിയർ വേരിയേഷൻ സംഭവിക്കുന്നു. ലോഡ് പി ആവുമ്പോൾ ഡെൽറ്റ ആവുന്നു. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വർക്ക് ഡൺ ഈസ് നത്തിങ് ബട്ട് ദ ഏരിയ അണ്ടർ ദ കർവ് അല്ലെ, അല്ലെങ്കിൽ it is the average force into deformation. That is force into deformation. ഇവിടെ 0 തൊട്ട് p വരെയാണ് ഫോഴ്സ്. So 0 to p by 2, that is the average. p by 2 into delta, it is nothing but strain into length. p by 2 into epsilon എന്നാണ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, now what is strain energy? Strain energy ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. That is sigma square 2e by v. ഏതൊരു ബോഡി ആയാലും അതിന്റെ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ 2e by v എന്നാണ്. ആ ഡെറിവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഒരു ഇക്വേഷൻ സ്ട്രെസ്സിന്റെ ടേംസിലും സ്ട്രെയിനിന്റെ ടേംസിലുള്ള ഇക്വേഷൻ ഞാൻ മാറ്റി എഴുതും. അതായത് വോളിയത്തിനെ a into L എന്ന് എഴുതി, ദെൻ സ്ട്രെയിനെ മാറ്റി തിരിച്ചു കൊണ്ടുപോകും. ഒരു സ്ട്രെസ്സിനെ എടുത്തിട്ട് സ്ട്രെയിൻ ബൈ മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് സിഗ്മ AL into എപ്സിലോൺ. ഈ ഇക്വേഷൻ നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കമ്പാരിസണിന് വേണ്ടി തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. നൗ what is strain energy? It is same as the work done. So equation 1 is equal to equation 2. Equation 1 is equal to equation 2. You will get ഇവിടെ നോക്കിയേ AL ഇവിടെ ഹാഫ് കോമൺ ആണ്, L എപ്സിലോൺ കോമൺ ആണ്. അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഹാഫ് കോമൺ, L എപ്സിലോൺ കോമൺ. ഫൈനലി വാട്ട് യു ഗെറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു P by A. സോ ഗ്രാജുവലി ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യൂഷ്വൽ സ്ട്രെസ്, അതല്ലേ, ലോഡ് ബൈ ഏരിയ. നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്ന ഈ യൂണിറ്റിൽ ആദ്യം തൊട്ടേ പഠിക്കുന്ന സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഈസ് P by A. സെയിം ഇക്വേഷൻ കംസ് ഫോർ എ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. സോ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന പല സ്റ്റേജിലാണ്. പല സ്റ്റേജിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to ഡെൽറ്റ എന്ന് പറഞ്ഞ ലീനിയർ വേരിയേഷൻ ആണ് ഡിഫോർമേഷൻ. അതുപോലെ 0 to P ലീനിയർ വേരിയേഷൻ ആണ് ലോഡിനുണ്ടാവുക. സോ കർവ് നമുക്ക് ഇങ്ങനെ കിട്ടും. സോ വർക്ക് ഡൺ ഈസ് നത്തിങ് ബട്ട് ദ ഏരിയ അണ്ടർ ദിസ് കർവ്, ദാറ്റ് ഈസ് ആവറേജ് ലോഡ് ഇൻടു resistance. So average load is P by 2 into epsilon L. Strain energy is sigma square 2e by v. അതിനെ നമ്മൾ സ്ട്രെയിൻ്റെയും വോളിയത്തിന്റെ ഏരിയന്റെ ലെങ്ത്തിന്റെ ടേംസിലോട്ട് മാറ്റി എഴുതി ക്യാൻസലിംഗ് ദ കോമൺ we will get sigma is equal to P by A. This is a stress due to gradually applied load. നമ്മൾ രണ്ടാമത്തെ കേസ് കാണാൻ പോവാണ്. ഇത് സഡൻലി അപ്ലൈഡ് ലോഡ്. സഡൻലി അപ്ലൈഡ് ലോഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു പല സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ പിയിലോട്ട് എത്തുന്നത്. ഇവിടെ ഒറ്റയടിക്ക് പി എന്ന ഫോഴ്സ് തന്നെയാണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് ഈ ബോഡിയിൽ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് തന്നെ പി ആണ്. 0 to P വരെ അപ്ലൈ ചെയ്യുന്നില്ല, ഒറ്റയടിക്ക് പി ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിന് സഡൻലി അപ്ലൈഡ് ലോഡ് എന്ന് പറയും. അതായത് സെയിം ലോഡ് പി ഈസ് അപ്ലൈഡ് ത്രൂ ഔട്ട് ടിൽ ദ ഡിഫോർമേഷൻ ഡെൽറ്റ ഈസ് റീച്ച്. നേരത്തെ 0 തൊട്ട് ഡെൽറ്റ ആവുമ്പോൾ 0 തൊട്ട് P വരെ ഫോഴ്സ് മാറുമായിരുന്നു. ഇവിടെ 0 തൊട്ട് ഡെൽറ്റ ആവുമ്പോൾ ലോഡ് പി ഈസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിലാണ് അതിന് നമ്മൾ സഡൻലി അപ്ലൈഡ് ലോഡ് എന്ന് പറയാം. So the material will undergo deformation in a single stage and finally reach its position delta. ഇതിനാണ് സഡൻലി അപ്ലൈഡ് ലോഡ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ലാബിൽ കൊണ്ടുപോയിട്ട് ഒരു ബുക്ക് ഷെൽഫ് വെച്ചാൽ, ഫുള്ള് ബുക്കുള്ള ഒരു ബുക്ക് ഷെൽഫ്, അതിനകത്ത് അഡീഷണൽ ബുക്ക് ഒന്നും വെക്കുന്നില്ല എന്ന് വിചാരിക്കാം. സോ ഫുള്ള് ബുക്കുള്ള ഒരു ബുക്ക് ഷെൽഫ് ഒരു സ്ലാബിൽ കൊണ്ടുവച്ചാൽ അത് സഡൻലി അപ്ലൈഡ് ലോഡാണ് അല്ലേ. നമ്മൾ ഓരോ ബുക്കായിട്ട് പറക്കി വെക്കുന്നതല്ല പറയുന്നത്. ജസ്റ്റ് a bookshelf as such with all its weight നമ്മൾ ആ സ്ലാബിൽ വെച്ച് കഴിഞ്ഞാൽ it is a suddenly applied load. ഓക്കെ, ഇനി ഇതിന്റെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താ? when deformation is 0, load is P. when deformation is delta, load is P. നേരത്തെ 0 തൊട്ട് P വരെ ലോഡിന് വേരിയേഷൻ പറഞ്ഞു. ഇവിടെ ഡിഫോർമേഷൻ 0 ആകുമ്പോഴും ലോഡ് P ആണ്, ഡിഫോർമേഷൻ ഡെൽറ്റ ആകുമ്പോഴും ലോഡ് P ആണ്. So what is the work done? Area under this curve. Area under this curve എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ അല്ലെ. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, P ഇൻറ്റു ഡെൽറ്റ. സോ യു വിൽ ഗെറ്റ് ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു P എപ്സിലോൺ L. മനസ്സിലായല്ലേ? സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയ ആണ്, P ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു L. Now what is the strain energy? Same equation, sigma square 2e into V, which is half sigma AL into epsilon. That is your strain energy. You equate strain energy to work done by load. Sigma square 2e by v ക്ക് വരെ ഹാഫ് സിഗ്മ L by epsilon is equal to P epsilon L. ഇതിൽ കോമൺ ടേം ഏതാ? എപ്സിലോൺ L കോമൺ ആണല്ലേ, അത് ഞാൻ ക്യാൻസൽ ചെയ്തു. സോ
what you get is sigma is equal to 2 times P by A. So stress due to suddenly applied load is 2P by A. സാധാരണ സ്ട്രെസ്സിന്റെ ട്വൈസ് ആയിരിക്കും ലോഡ് സഡൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്. സോ നമ്മളൊരു ബോഡിയിൽ പി എന്ന് പറഞ്ഞ സെയിം ഫോഴ്സ് ഗ്രാജുവൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു, സഡൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് വിൽ ബി ട്വൈസ് ദാൻ ദാറ്റ് ഓഫ് ദ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. സോ സെയിം ലോഡ് പി അപ്ലൈ ചെയ്ത് കഴിയുന്ന കേസിൽ ആ ലോഡ് സഡൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഗ്രാജുവൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ ഇരട്ടി ആയിരിക്കും. അതല്ല ഇക്വേഷൻ പറയുന്നത് 2 times P by A. So stress when load suddenly applied is 2 times than that when gradually applied. This is a stress due to suddenly applied load. നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ, it is due to impact load. So impact ലോഡിന്റെ റെസിസ്റ്റൻസിന് നമ്മൾ ടഫ്നെസ് എന്നൊക്കെ ആദ്യം പറഞ്ഞാൽ, ഇമ്പാക്ട് ലോഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെറിയൊരു ഡ്യൂറേഷനിൽ വന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് ഇമ്പാക്ട് ലോഡ് എന്ന് പറയാം. ഇവിടെ നമ്മൾ അനാലിസിസിന് വേണ്ടി ഇമ്പാക്ട് ലോഡ് എന്ന് പറയുന്നത് ഒരു ലോഡ് ഒരു മെറ്റീരിയലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു ഡിസ്റ്റൻസ് ഫാൾ ചെയ്യുകയാണെങ്കിൽ then it is known as impact load. നമുക്കറിയാം, ഒരു ചുറ്റിക എടുത്ത് നമ്മളൊരു ബോഡിയിൽ അടിക്കുന്നു അല്ലെ, ചുറ്റിക അടിച്ച് ഒരു ആണിയിൽ അടിക്കുന്നു. സോ ആണിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ലോഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പാക്ട് ലോഡ് എന്ന് പറയാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. നമുക്കൊരു ബാർ ഉണ്ട്, ബാറിന്റെ താഴെ ഒരു കോളർ ഉണ്ട്. ഓക്കെ, ഈ ബാറിന്റെ മുകളിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ആ ലോഡ് എന്ന് പറയുന്നത് W എന്ന് പറയുന്ന ഒരു കട്ട ഇവിടെ കാണുന്നുണ്ടല്ലോ. ആ W എന്ന ഫോഴ്സ് ആണ് ഈ കോളറിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ W ഈ കോളറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ W ബാറിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കോളറിന്റെ മുകളിൽ ഈ W വന്ന് ഇടിക്കണം അല്ലേ. സോ W വന്ന് ഇടിക്കുന്നതിന് മുൻപ് അത് H എന്ന് പറയുന്ന ഒരു ഹൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? W എന്ന് പറഞ്ഞ ലോഡ് ഈ ബാറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് H ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പാക്ട് ലോഡ്. അങ്ങനെ H ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഈ കോളറിൽ ഇടിക്കുമ്പോഴാണ് ബാറിന് എക്സ്റ്റൻഷൻ സംഭവിക്കുക. ആൻഡ് ദാറ്റ് എക്സ്റ്റൻഷൻ ഈസ് ഡെൽറ്റ. സോ യു ഹാവ് എ ബാർ ഓഫ് ലെങ്ത് L അറ്റാച്ച് ടു എ കോളർ. അതിന്റെ മുകളിലോട്ട് നമ്മളൊരു ലോഡ് W ഉണ്ട്. ആ W വന്ന് കോളറിൽ ഇടിക്കുന്നു ആഫ്റ്റർ ട്രാവലിംഗ് H ഡിസ്റ്റൻസ്. അങ്ങനെ ഇടിച്ചു കഴിയുമ്പോൾ ഇറ്റ് വിൽ എലോങ്ങേറ്റ്സ് ടു ഡെൽറ്റ. ഇതാണ് ഇമ്പാക്ട് ലോഡിന്റെ ഒരു നമ്മൾ അനാലിസിസിന് ഉപയോഗിക്കുന്ന ഫിഗർ. സോ W falls height H before applying load on the bar. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐദർ യു ആർ ഹാമറിങ് സംതിങ്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ബോൾ എടുത്ത് താഴോട്ട് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സെയിം എഫക്റ്റ്. ബോള് താഴെ ഫ്ലോറിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് H ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. ഇതാണ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് ലെങ്തി ആൻഡ് ഡെറിവേഷൻ ഈസ് ബിയോണ്ട് അവർ സ്കോപ്പ് ഓഫ് ദ സിലബസ്. സിലബസിന്റെ സ്കോപ്പിന്റെ പുറത്തായതുകൊണ്ട് നമ്മൾ ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ജസ്റ്റ് വർക്ക് ഡൺ എന്തായിരിക്കും? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? H പ്ലസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് H പ്ലസ് ഡെൽറ്റ ആണ്. സോ വർക്ക് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. That distance is H plus delta. So you get P into H plus delta and work done. You have the strain energy equation the same. Either under equate either, and finally you will get the stress due to impact load as P by A into 1 plus square root of 1 plus 2 EAH by PL. Okay, this is the stress due to impact load. P എന്ന് പറഞ്ഞാൽ whatever the force you are applying. ഇവിടെ W ആണ് ഫോഴ്സ് അല്ലേ, into 1 plus root of 1 plus 2 EAH by PL. ഇവിടുത്തെ P എന്ന് പറയുന്നത് W ആണ് നമ്മുടെ അനാലിസിസിൽ കേട്ടോ. P എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ W ആണ്. സോ W by A into 1 plus square root of 1 plus 2 EA by H into WL എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. സോ ജനറൽ കേസിൽ P ആണ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്കിൽ P by A into 1 plus square root of 1 plus 2 EAH by PL. That is your stress. This is the stress due to impact load. സോ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ആണ് സമ്മറൈസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻസ് ആണ് നമുക്ക് പരീക്ഷയിൽ കൂടുതലായിട്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു പ്രൂഫ് റെസിലിയൻസ്, മോഡൽസ് ഓഫ് റെസിലിയൻസ് ഇത് ചോദിക്കാറുണ്ട്. അതുകൂടാതെ ഈ ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിനു മുന്നേ ജസ്റ്റ് ലെറ്റ്സ് സമ്മറൈസ് ദ ഇക്വേഷൻസ്. വാട്ട് ഈസ് സ്ട്രെയിൻ എനർജി? സ്ട്രെയിൻ എനർജി is the energy stored due to straining, and the equation is sigma square 2E by V or half P into delta. Now what is resilience? It is the energy within elastic limit
strain energy stored within elastic limit sigma square 2E by V. What is proof resilience? Maximum resilience within elastic limit. So it is sigma y square 2E by V, where sigma y is the stress at elastic limit. Now modulus of resilience proves resilience by volume, sigma y square by 2E. That's stresses. Stresses in a bar for gradually applied load is P by A. Stress in bar due to suddenly applied load is 2 times P by A. Stress in a bar due to an impact load P is P by A into 1 plus square root of 1 plus 2EH by PL, where E is the modulus of velocity, A is the area of cross section, H is the height through which the body is falling, the weight is falling, P is the weight, a little force, and L is the length of the bar. So this is the equation. Equations on the revise. Next class, we will do the problems. With that, we will conclude the second module in the next class.